ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി എൻഡിഎ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെഡിയു നേതാക്കൾ. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തുമെന്നും ജനാധിപത്യത്തെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് എൻഡിഎ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ജെഡിയു നേതാക്കൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ബീഹാറിലെ മഹാവിജയത്തിന് ശേഷം ഇനി സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് എൻഡിഎ കടക്കുകയാണ്. 202 സീറ്റുകൾ നേടിയ വലിയൊരു വിജയത്തിലേക്ക് തന്നെയാണ് എൻഡിഎ എത്തിയിരിക്കുന്നത്. ഇനി സർക്കാർ രൂപീകരണ ചർച്ചകളാണ് ഇനി നടക്കുക. എന്തായാലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെഡിയു വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5ാമത് എൻഡിഎ സർക്കാരാണ് ബീഹാറിൽ അധികാരത്തിലേക്ക് വരുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. ജെഡിയു നേതാവായ നിതീഷ് കുമാർ തന്നെയാകും ഇക്കുറിയും മുഖ്യമന്ത്രിയാവുക. കൂടാതെ ബി.ജെ.പിയുടെ ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജെഡിയുവിനെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും ജെഡിയുവിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലേക്കാകും മിക്കവാറും എൻഡിഎ കടക്കുകയെന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. കാരണം കേന്ദ്രത്തിൽ എൻഡിഎയുടെ കൂടി 12 സീറ്റുകളുടെ ബലത്തിലാണ് കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ജെഡിയുവിനെ പിണക്കാനുള്ള സാധ്യത ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ രീതിയിൽ വരുമ്പോൾ ജെഡിയുവിനെ ഒപ്പം നിർത്തി നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ ബി.ജെ.പിയുടെ ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകും. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഈ മാസം 18 നടന്നേക്കുമെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും വലിയ ഒരു വിജയം തന്നെ അവിടെ എൻഡിഎക്ക് ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 202 സീറ്റുകളിലാണ് എൻഡിഎ വിജയിച്ചത്. കൂടാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവിടെ ബി.ജെ.പി മാറി എന്നതാണ് പറയേണ്ടത്. 89 സീറ്റുകളിൽ വിജയിച്ചു. ജെഡിയു 85 സീറ്റുകളിലേക്കും വിജയിച്ച് മികച്ച വിജയം നേടിയെന്നതാണ് പറയേണ്ടത്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എന്നതാണ് പറയേണ്ടത്. 122 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അവിടെ 202 സീറ്റുകൾ നേടി മഹാവിജയം തന്നെയാണ് എൻഡിഎ സ്വന്തമാക്കിയെന്നാണ് പറയുന്നത്. ഇനി എൻഡിഎ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് അവിടെ ഉള്ളത് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മഹാസഖ്യം വലിയ രീതിയിലുള്ള ഒരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തി എന്നതാണ് മഹാസഖ്യത്തെ സംബന്ധിച്ച് പറയേണ്ടത്. 34 സീറ്റുകളിലേക്കായി മഹാസഖ്യം ഒതുങ്ങിയെന്നതാണ് പറയേണ്ടത്. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ നേടിയിരുന്ന ആർ.ജെ.ഡി 25 സീറ്റുകളിലേക്കും കൂടാതെ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസ് 6 സീറ്റുകളിലേക്കും ചുരുങ്ങി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അടക്കം പ്രതികരണം ഈ ഘട്ടത്തിലും വന്നിരുന്നു. അത് തോൽവി പരിശോധിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം ഈ തോൽവി എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം പരിശോധിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വോട്ടുകൊള്ള ആരോപണം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കെതിരെയും എല്ലാം തന്നെ അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് അടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ ആരോപണമായി രംഗത്ത് വരുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഉയർന്നു വരുമ്പോഴും തങ്ങൾക്കുണ്ടായ വലിയ തോൽവി പരിശോധിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ബീഹാറിൽ ഇനി സർക്കാർ രൂപീകരണ ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൂടാതെ ബി.ജെ.പിക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് എൻഡിഎ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ജെഡിയു നേതാക്കൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് കെ.സി. ഉണ്ണികൃഷ്ണനാണ്.